ഹാഡിയേഴ്സ് മക്കളെ, നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ കോളേജുകളുടെയൊക്കെ അഡ്മിഷനായിട്ട് നിങ്ങളൊരു കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. ഇത് നമ്മൾക്ക് ഈ പേഴ്സണലി ഒരു മെസ്സേജോ മെയിലോ ഒന്നും അയക്കണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അയച്ചേക്കാം ചില കോളേജസ്, അല്ലാതെ നമ്മൾക്ക് അയക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ആൽബർട്ട്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽബർട്ട്സ് ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു, അലോട്ട്മെൻറ്റ് വന്നോ എന്ന് ചോദിച്ചു. കാരണം ആ ഡേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ അലോട്ട്മെൻറ്റ് വന്നതെന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞു സെക്കൻഡ് അലോട്ട്മെൻറ്റ് അധികം താമസമില്ലാതെ പറഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടു ഈ അലോട്ട്മെൻറ്റ് വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് നോക്കുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഡേറ്റൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ആൽബർട്ട്സ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഡേറ്റ്, അതിൻ്റെ ടൈം, അതുപോലെ തന്നെ ഓരോ കോഴ്സിലും എത്ര സീറ്റ് ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ 10th 12th സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ TC/CC, പിന്നെ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ കോഴ്സിൻ്റെ ഫീസ്, അത് എത്രയാണെന്നുള്ളത് അവരുടെ ഫീ സ്ട്രക്ചർ വെബ്സൈറ്റിലുണ്ടാവും. അതിൽ നോക്കുക, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലുണ്ടാവും. അതും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ കിട്ടും, അതിൽ കോൺടാക്ട് ചെയ്ത് ഫീസ് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിൽ ചെല്ലേണ്ടത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ BCom ടാക്സേഷൻ ഈ എയ്ഡഡ് കോഴ്സിൽ നമുക്ക് 8 സീറ്റുണ്ട്. 11 മണിക്കാണ് 20-ാം തീയതി 11 മണിക്ക് പാപ്പള്ളി ഹാള്, കോളേജിൻ്റെ തന്നെ ഹാളാണ്, പാപ്പള്ളി ഹാൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ BCom ടാക്സേഷൻ 8 സീറ്റ് ഉണ്ടെന്ന്. അത് ജനറൽ കാറ്റഗറിക്ക് 5 സീറ്റും SC/STയുടെ 1 സീറ്റും കമ്മ്യൂണിറ്റി കോട്ട അതിന് 2 സീറ്റുമാണ് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്കുള്ളത് സെൽഫാണ്. സെൽഫ് കോഴ്സുകൾ BCom ടാക്സേഷൻ ഉണ്ട്. അതായത് BComൽ തന്നെ സെൽഫ് കോഴ്സ് എന്നാണ് പറഞ്ഞത് കേട്ടോ, അല്ലാതെ എയ്ഡഡ് കോഴ്സുകൾ താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ BComൻ്റെ മറ്റ് ടാക്സേഷനും, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ കോഴ്സായിട്ടുള്ള ടാക്സേഷനും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും, BCom കോർപ്പറേഷനും, BCom പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനും ഒക്കെ സെൽഫ് കോഴ്സുകളാണ്. അപ്പോൾ അതിലൊക്കെ 13, 16, 12, 20 സീറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 20-ാം തീയതി 11 മണിക്ക് ഹാജരാവുക കോളേജിൽ. ഇനി BCom ലോജിസ്റ്റിക് എയ്ഡഡ് ആണ്, 12 മണിക്കാണ് 1 സീറ്റുള്ളൂ. BBA കോഴ്സ് രണ്ടും പറഞ്ഞേക്കുന്നത് 12 മണിക്കാണ്, 2, 3 സീറ്റുകളുണ്ട് കേട്ടോ. ഇനി BA എക്കണോമിക്സ്, അത് നമുക്ക് അവിടെ എയ്ഡഡ് കോഴ്സാണ്, 22 സീറ്റ് അവിടെയുണ്ട്. അപ്പോൾ ഈ BA എക്കണോമിക്സിൻ്റെ 22 സീറ്റ് എന്ന് പറയുന്നത് 4 സീറ്റ് ജനറൽ കാറ്റഗറി, അത് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ SC/STക്ക് മാത്രം 10 സീറ്റ്. അപ്പോൾ ഈ SC/STയുടെ സീറ്റുകളൊക്കെ ഇനി ചിലപ്പോൾ ഒരു അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ 2 അലോട്ട്മെൻറ്റോ ഒക്കെ കഴിഞ്ഞിട്ടും കുട്ടികൾ വന്നില്ലെങ്കിൽ ഈ റിസർവേഷൻ സീറ്റുകളെല്ലാം മാറ്റി അവർ ജനറലിലേക്ക് ആക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആൽബർട്ട്സിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ അഡ്മിഷനൊന്നും കിട്ടിയിട്ടില്ല എങ്കിലൊക്കെ നിങ്ങൾ ഈ വെബ്സൈറ്റ് നോക്കുക. അവർ സീറ്റുകളൊക്കെ മാറ്റിയിട്ട് പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ ആയിട്ട് നടത്തും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായല്ലോ, ടാക്സിൻ്റെ സമയം ഡേറ്റൊക്കെ മനസ്സിലായല്ലോ. ഇനി എക്കണോമിക്സിന് 12:15-ാണ് 22 സീറ്റ്, ഇംഗ്ലീഷിന് 12:30-ക്കാണ് 8 സീറ്റ്, ഇംഗ്ലീഷ് മെയിൻ, ട്രിപ്പിൾ മെയിൻ, ആ സെൽഫാണ്, അതും 12:30-ക്ക് തന്നെ 20 സീറ്റ് ഉണ്ട്. BCom ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 1 മണിക്കാണ് 23 സീറ്റ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് 1:30-ക്കും കെമിസ്ട്രി 2:30-ക്കുമാണ് 22 സീറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി 2 മണിക്ക് തന്നെയാണ് 13 സീറ്റുണ്ട്. BSc മാത്സ് 2:30-ക്കാണ് 20 സീറ്റുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 11 സീറ്റുണ്ട്. BCom റിനവബിൾ എനർജിക്ക് 3 സീറ്റുണ്ട്. 3 മണിക്കാണ് 27 സീറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ റിനവബിൾ എനർജി വെച്ച് ബാക്കി കോഴ്സുകളൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, മാത്സ് ഒക്കെ സ്റ്റാറ്റിയൊക്കെ എയ്ഡഡ് കോഴ്സാണ് കേട്ടോ അവിടെ. ഇനി 21-ാം തീയതി വെന്യൂ സെയിം തന്നെയാണ്, പാപ്പള്ളി ഹാള്, അവിടെ വെച്ചിട്ട് BSc അക്വാകൾച്ചർ 10 മണിക്കാണ് 3 സീറ്റ്. ബോട്ടണി 11:15-ന് 21 സീറ്റ് ഉണ്ട്. സുവോളജി 10:15-ന് 11 സീറ്റ് ഉണ്ട്. BSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് 11 മണിക്ക് 10 സീറ്റ് ഉണ്ട്. BCom കൊമേഴ്ഷ്യൽ അക്വാകൾച്ചർ 11:15-ന് 23 സീറ്റ് ഉണ്ട്. BCom ട്രാവൽ ആൻഡ് ടൂറിസം 11:30-ക്ക് 14 സീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസും അക്വാകൾച്ചറും ട്രാവൽ ആൻഡ് ടൂറിസവും റീറ്റെയിൽ മാനേജ്മെൻറ്റും BSc കമ്പ്യൂട്ടർ സയൻസും ഒക്കെ സെൽഫാണ് കേട്ടോ. ഈ പറയുന്ന കോഴ്സുകളെല്ലാം, ഞാൻ ഇത് താഴേക്ക് പറയുന്ന കോഴ്സുകളെല്ലാം സെൽഫാണ്. അപ്പോൾ അതിൻ്റെ ടൈം 12:30, 12:45, 12:15 അങ്ങനെയൊക്കെയാണ്. ഞാനിത് എവിടെ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ എളുപ്പമുണ്ടാവും നോക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പ്രോഗ്രാമിൻ്റെയും
സീറ്റ് ഇത്ര ഉണ്ടെന്ന് പറയില്ലേ, അതെങ്ങനെയാണ് വിഭജിച്ചേക്കുന്നത് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം, റിസർവേഷൻ ഉള്ളവരെയും ഇല്ലാത്തവരെയും ജനറൽ പരിഗണിക്കും. SC ST എന്ന് പറയുന്ന സീറ്റ് നിലവിൽ ഇപ്പോൾ SC STക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, SC ST ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമോ എന്നുള്ളത്. നിലവിലിവിടെ പറഞ്ഞേക്കുന്നത് SC STക്ക് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റാണ്, അതിന് ചിലപ്പോൾ ഫീസൊക്കെ കൂടുതലുണ്ടാവും കേട്ടോ മാനേജ്മെൻറ്റ് സീറ്റിന്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് ആപ്ലിക്കൻസ് ആർ സപ്പോസ് ടു റീച്ച് ദ വെന്യൂ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്, അതായത് മുമ്പായിട്ട് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. ലേറ്റായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൺസിഡർ ചെയ്യൂല. ആ സീറ്റ് ഫില്ലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറഞ്ഞ റാങ്കിലുള്ളവരാ അവരെക്കാട്ടി നല്ല റാങ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലെന്നെങ്കിൽ അഡ്മിഷൻ കിട്ടൂല കേട്ടോ. പിന്നെ പ്ലീസ് റെഫർ ടു ഇൻസ്ട്രക്ഷൻ ഇൻ ദ റാങ്ക് ലിസ്റ്റ് ടു നോ മോർ അബൌട്ട് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം ഇത് എവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾ ഇത് alberts.edu.in എന്നുള്ള വെബ്സൈറ്റ് വരാം. അപ്പോൾ ഇവിടെ തന്നെ ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ അഡ്മിഷൻ 2024 തുറക്കുമ്പോൾ തന്നെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. UG ഫൈനൽ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് വേക്കൻസി ലിസ്റ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അറിയാം. ഓക്കെ, ഇവിടെ കോഴ്സിൻ്റെ ഫീസ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എത്രയാണ് ഓരോ കോഴ്സിനും ഫീസ് എന്നുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UG അഡ്മിഷൻ ഗൈഡ് ലൈൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഡ്മിഷൻ ഓഫ്ലൈൻ മോഡലാണ്, അതായത് നമ്മൾ നേരിട്ട് ചെല്ലണം. നിങ്ങളുടെ പാരൻസായിട്ട് കോളേജിൻ്റെ ക്യാമ്പസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെയല്ല. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC/CC, ആധാർ കാർഡും ഒറിജിനലും ആൻഡ് ഫോട്ടോസ്റ്റാറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം തന്നെ 1-2 ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനലിനൊപ്പം കൊണ്ടുപോവാം കേട്ടോ. ഓക്കെ, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ആർട്സ് ആൻഡ് സ്പോർട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, ഡിസേബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ ആണെങ്കിൽ അങ്ങനെ, NCC NSS ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള റിസർവേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഫീസും ആ ഒരു ടൈമിൽ തന്നെ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻസലായി പോകും അഡ്മിഷൻ. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് കൾച്ചറൽ കോട്ടയുടെ സ്പോർട്സ് കോട്ടയുടെ ഒക്കെ ഓൾറെഡി കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ നേരിട്ട് ചെല്ലാം കേട്ടോ. ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെയൊന്നുമില്ല. ഒരു പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവർക്കും തന്നെ ചെല്ലാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം അല്ലെങ്കിൽ അവർ സാധാരണ സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ അവരൊരു ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെ എന്നൊക്കെ ഇടുന്നതാണ്. ഇതങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ആർക്ക് വേണമെങ്കിലും ചെല്ലാം. അതനുസരിച്ചിട്ട് ആ ഒരു ടൈമിൽ അവർ അവിടെ ഉള്ളവരെ വെച്ചിട്ട് ഇവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ 11 മണിക്ക് അവിടെ ഏതൊക്കെ റാങ്കുകാരുണ്ടോ അപ്പോൾ ആ റാങ്കുകാരന് അത് കൊടുക്കും. ഇനി ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്നവൻ പിന്നീട് വന്നാലും ഈ ആദ്യം വന്നവൻ തന്നെ കൊടുക്കുക. അത് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ കേട്ടോ അവർ പറഞ്ഞിരിക്കുന്ന, അതാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവർ ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് സമയത്ത് നിങ്ങളവിടെ ഹാജരുണ്ടാവുക. ആ ഹാജരായേക്കുന്ന കുട്ടികൾ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനെ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടോ, വന്നേക്കുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ. വെറുതെ അവിടെ ഹോളിൽ പോയിരിക്കരുത്. അവിടെ ഇൻസ്ട്രക്ഷനായിട്ട് കുട്ടികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ, നമ്മുടെ പേര് എഴുതി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കുക. സാധാരണ അങ്ങനെയാണ് സ്പോട്ടിലൊക്കെ നടത്തുന്നത്. നമ്മളുള്ളവരെ ആ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്നും ഏറ്റവും ആദ്യം ഇൻഡെക്സ് ഉള്ളവരെ ആദ്യം വിളിച്ചിട്ട്, അങ്ങനെ ഏറ്റവും അധികം ഇൻഡെക്സ് ഉള്ളവരെ മനസ്സിലായി. ഇപ്പോൾ 100 മാക്സിമം ഇൻഡെക്സ് എങ്കിൽ ആ 100 വിളിച്ചിട്ട് അടുത്തതാണ് 99 ആളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അഡ്മിഷൻ പോകുന്നത്. ഇൻഡെക്സ് ഞാൻ 100 ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, അതല്ല ഞാനൊരു നമ്പർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദിക്കാം. എന്നിട്ട് അവിടെ ഇരിക്കാം. ആ സമയമാകുമ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ പോലെ കാര്യങ്ങൾ നടത്താം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. സ്റ്റേ ബ്ലേസ്ഡ്. ടേക്ക് കെയർ. താങ്ക് യു.